സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് എല്ലാ അണക്കെട്ടുകൾക്കും സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാകാം സംസ്ഥാനങ്ങളിൽ പൊതുവെ നിർദ്ദേശം, കേരളത്തിന് അണക്കെട്ടുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുതൽ, ജാഗ്രത വേണമെന്ന് കേന്ദ്രം പറയുന്നത് അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. അതായത് തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ അത് നാളെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ അതായത് പുതിയ സാഹചര്യം, കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എല്ലാ അണക്കെട്ടുകൾക്കും, സംസ്ഥാനത്തെ മുഴുവൻ അണക്കെട്ടുകൾക്കും സുരക്ഷ കൂട്ടാനാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തും. വൈദ്യുത ഉൽപാദന ജലസേചന ഡാമുകൾ ഉൾപ്പെടെയാണ് സുരക്ഷ കൂട്ടുക. വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അടുത്ത അറിയിപ്പ് വരും വരെ ഈ സുരക്ഷാ ക്രമീകരണം, അധിക സുരക്ഷാ ക്രമീകരണം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, സംസ്ഥാനത്തെ ചില സോണുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ഇതിനോടകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. ആൾക്കൂട്ടം, അതായത് സ്ഥിരമായി ആൾക്കൂട്ടം അധികം എത്താറുള്ള ചില കേന്ദ്രങ്ങളിൽ സോണുകൾ തിരിച്ച ചില പ്രത്യേക നിരീക്ഷണ സംവിധാനം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസിന്റെ സുരക്ഷാ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി സംസ്ഥാനം എങ്ങനെയാണ് മോക്ക് ഡ്രില്ലിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ എത്രമാത്രം സംസ്ഥാനത്ത് ജാഗ്രത നിർദ്ദേശമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനവും വിവരവും ഒക്കെ പുറത്തറിയാം. വിജയകുമാർ. യെസ്, രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഒന്ന്, മോക്ക് ഡ്രില്ലിൽ കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയുമുണ്ട്. മറ്റൊന്ന്, അണക്കെട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശമാണ്. അത് കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളുടെയൊക്കെ സുരക്ഷ കൂട്ടി എന്ന വിവരം കൂടി വരുന്നുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനങ്ങൾ എന്നതിൽ സംശയം വേണ്ട. അതിൻ്റെ മറ്റു വിവരങ്ങൾ സംസ്ഥാനത്തായിരിക്കും തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്.